ഈ സമ്മേളനം വരെ കാര്യങ്ങൾ VSന്റെ കയ്യിലായിരുന്നു. വൈകാതെ കാര്യങ്ങൾ മാറി മറിയുന്നു. പിണറായി വിജയൻ പാർട്ടിയിൽ പുതിയ ശക്തി കേന്ദ്രമായി മാറി. പിണറായി പക്ഷം നിർണായക വിജയം നേടിയ സമ്മേളനമായിരുന്നു 2005 ഫെബ്രുവരി 19 മുതൽ 22 വരെ മലപ്പുറത്ത് നടന്ന 18ാം സംസ്ഥാന സമ്മേളനം. അക്ഷരാർത്ഥത്തിൽ VSനെയും കൂട്ടരെയും വെട്ടിത്തിരുത്തിയ സമ്മേളനം. 76 അംഗ സംസ്ഥാന സമിതിയെ തെരഞ്ഞെടുത്തത് വോട്ടെടുപ്പിലൂടെ. ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ച മുഴുവൻ പേരും തോൽക്കുന്നു. VS പക്ഷത്തിനായി മത്സരിച്ച A പ്രദീപ് കുമാർ, T ശശീന്ദ്രൻ തുടങ്ങിയ 12 പേർ പരാജയപ്പെട്ട ചാവേറുകളായി. പിന്നീട് അങ്ങോട്ട് VS പിണറായി പരസ്യ പോരാട്ടത്തിന്റെ നാളുകളായിരുന്നു. 2008 കോട്ടയത്ത് നടന്ന സമ്മേളനം. മൂന്നാമതും പിണറായി വിജയനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പിണറായി പക്ഷത്തിന് സംസ്ഥാന സമിതിയിൽ ശക്തമായ മേൽക്കൈ. പൊതുസമ്മേളനത്തിലെ അച്ചടക്കരാഹിത്യം കണ്ട് ക്ഷുഭിതനായ പിണറായി ഇത് ഉഷാദുപ്പിന്റെ ഗാനമേളയിലെന്ന് ഉപമിക്കുകയും ചെയ്തു. പൊതുസമ്മേളനം നടപടിക്രമം പൂർത്തിയാകും മുൻപേ അവസാനിപ്പിക്കുകയും ചെയ്തു. VS അച്യുതാനന്ദൻ സർക്കാർ തുടർഭരണം നഷ്ടമായതിന് പിന്നാലെയാണ് 2012 തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സമ്മേളനം നടന്നത്. പാർട്ടിക്കുള്ളിലെ കടുത്ത വിഭാഗീയത അവസാനിപ്പിക്കണമെന്ന PBയുടെ നിർദ്ദേശത്തെ തുടർന്ന് സെക്രട്ടറി സ്ഥാനത്തേക്ക് VS പിണറായിയുടെ പേര് നിർദ്ദേശിച്ചു. 84 അംഗ സമിതിയിൽ 12 പുതുമുഖങ്ങൾ. പിണറായി 4ാമതും സെക്രട്ടറിയായി. തനിക്കെതിരായ പ്രമേയത്തിലും ചർച്ചയിലും പ്രതിഷേധിച്ച് VS 2015 ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളന വേദി വിട്ടിറങ്ങി. തലസ്ഥാനത്തേക്ക് മടങ്ങിയ VSനെ തിരിച്ചെത്തിക്കാൻ ദേശീയ നേതൃത്വം കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും VS വഴങ്ങിയില്ല. 88 അംഗ സംസ്ഥാന സമിതിയിലേക്ക് 87 പേരെ തെരഞ്ഞെടുത്തു. CPM രൂപീകരണത്തിനു ശേഷം ആദ്യമായി VS ഇല്ലാത്ത സംസ്ഥാന കമ്മിറ്റി. ഒരെണ്ണം ഒഴിച്ചിട്ടു. പിണറായിക്ക് ശേഷം വീണ്ടും കണ്ണൂരിൽ നിന്ന് കോടിയേരി സെക്രട്ടറി സ്ഥാനത്തേക്ക്. 2018 തൃശൂരിൽ നടന്ന സമ്മേളനം കോടിയേരിയെ വീണ്ടും സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. സംസ്ഥാന കമ്മിറ്റിയിൽ VS പ്രത്യേക ക്ഷണിതാവായി. സ്വഭാവദോഷത്തെ തുടർന്ന് സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയ ഗോപി കോട്ടമുറിക്കൽ തിരിച്ചെത്തുന്നു. നേതൃസമിതിയിൽ തലമുറ മാറ്റം എന്ന സമ്മേളനമായിരുന്നു 2022 എറണാകുളത്ത് നടന്നത്. യുവനിരയിൽ നിന്ന് മുഹമ്മദ് റിയാസ്, M സ്വരാജ്, PK ബിജു എന്നിവർ സെക്രട്ടേറിയറ്റിലെത്തി. 25 വയസ്സ് പ്രായപരിധി കർശനമാക്കിയതോടെ 13 പേർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊഴിവായി. മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഇളവ് നൽകി. VS പ്രത്യേക ക്ഷണിതാവായി തുടരാനും സമ്മേളനം തീരുമാനിച്ചു. കോടിയേരി 3ാം തവണയും സെക്രട്ടറി. 25 വർഷത്തെ വികസന ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖ സമ്മേളനം ഏകകണ്ഠമായി അംഗീകരിച്ചു.